നമസ്കാരം കൂട്ടുകാരെ, നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. ധാരാളം പച്ചക്കറികളും പരിപ്പും അടങ്ങിയ പോഷകസമ്പുഷ്ടമായ സാമ്പാർ നമ്മുടെ തെക്കേ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ വളരെ പ്രശസ്തമായ ഒരു വിഭവമാണ് കേട്ടോ. ഞാൻ സാമ്പാർ തയ്യാറാക്കുന്ന വിധം ഒന്ന് പറയാം കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കടുകൊന്ന് പൊട്ടിച്ച് നമ്മൾ ചെറുതായി എരിഞ്ഞ കഷ്ണങ്ങളും ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റും. ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ കാണുന്ന നിങ്ങൾ കഴിച്ചാൽ മാത്രമേ നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് കിടുവാണ്, അടിപൊളിയാണ്, കിടുക്കാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഷ്ണങ്ങളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലോട്ട് സാമ്പാർ പൗഡറും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഈ മസാല നന്നായിട്ട് മൂക്കുന്നവരെ വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്കയും തക്കാളിയും പ്രത്യേകം വഴറ്റി അതിൽ മസാല ഇട്ട് അത് മൂപ്പിച്ചെടുത്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാൻ കേട്ടോ. മസാലകൾ മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഈ പച്ചക്കറികൾ നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. സാമ്പാറിന്റെ കഷ്ണങ്ങളും പരിപ്പും പിരിയാനാവാത്ത വിധം അടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കട്ടക്കായം പൊടിച്ചതും ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് കൂടുതൽ മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇതിനു മുകളിലോട്ട് ചെറുതായി എരിഞ്ഞ ചെറിയുള്ളി എണ്ണയിൽ കടുക് താളിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ദോശയുടെയും ഇഡലിയുടെയും കൂടെ ഇത്തിരി നീട്ടിയെടുത്തും സദ്യക്ക് നല്ല കുറുകിയ സാമ്പാറുമാണെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.